ഈ അതിജീവിതയുടെ മൊഴിയിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം വിശ്വസിക്കാൻ ആകുന്നില്ല, ഈ ആരോപണം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതെന്തുകൊണ്ടാണ് അത്തരമൊരു സംശയം കോടതി ചോദിക്കുന്നത്? കാരണം നമുക്കറിയാം, ഒരു ചാനലിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അന്ന് ഈ അതിജീവിതയെ തീർത്ത് കളയുമെന്ന് ദിലീപ് പറഞ്ഞതായി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പല താരങ്ങളുടെയും മൊഴികളിലുണ്ട്. പിന്നീട് കൂറുമാറ്റമൊക്കെ സംഭവിച്ചതാണ്, അതായത് സാക്ഷികളുടെ കൂറുമാറ്റമൊക്കെ സംഭവിച്ചൊരു കേസ് കൂടിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കോടതി അത്തരമൊരു അവിശ്വാസം അവിടെ പ്രകടിപ്പിക്കുന്നത്? ഇവിടെയും ടോം പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടുന്നത് പ്രോസിക്യൂഷന് ഇക്കാര്യം വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ദിലീപ് നടിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം നടി കോടതിയിൽ ക്രോസ് വിസ്താരത്തിനിടയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കോടതി പറയുന്നതിന് തെളിവുകളില്ല, സാക്ഷികളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ എന്നുള്ള സാഹചര്യമാണ്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ ഈ ആബാദ പ്ലാസയിൽ വെച്ച് നടന്ന അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചിട്ട് തന്നെ ഈ പറയുന്നത് പോലെ നടിയുമായി ദിലീപ് വലിയ വഴക്ക് തന്നെ ആവുകയും അത് പിന്നീട് നടിയെ ഇല്ലാതാക്കി കളയുമെന്നുള്ള തരത്തിലുള്ള ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു എന്നുള്ള തരത്തിലുള്ള മൊഴി ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നതാണ്. അത് അന്വേഷണ സംഘം ആ മൊഴി രേഖപ്പെടുത്തിയതുമാണ്. അതേസമയം ആ മൊഴി തന്നെ 28 പേരോളം നമുക്ക് കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റി പറഞ്ഞിരുന്ന സാഹചര്യമുണ്ട്. സാങ്കേതികമായി അതിന്റെ മൊഴി മാറ്റം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അന്വേഷണ സംഘത്തിന് മുൻപേ മൊഴി നൽകിയിരുന്ന ആളുകൾ കോടതിയിലെത്തിയപ്പോൾ അതല്ല കോടതി നൽകിയിരുന്ന സാഹചര്യം. പ്രത്യേകിച്ചും ദിലീപ് ഈ പറയുന്ന ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നടിയുമായി അസ്വാരസ്യത്തിലായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും ഈ വിധി വന്ന ശേഷവും ദിലീപ് ക്ലെയിം ചെയ്യുന്നത് തനിക്ക് നടിയുമായി സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത്, തനിക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് 4 മാസത്തിന് ശേഷമാണ് നടി പോലും തന്നോടുള്ള നിലപാട് മാറ്റി പറഞ്ഞത്, അതും ഗൂഢാലോചനയുടെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദിലീപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും. അതായത് ഈ ഗൂഢാലോചന ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ ഉന്നയിക്കപ്പെടുകയും പിന്നീട് അത് കോടതിയിലെത്തുമ്പോൾ അത് മൊഴി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കും ദിലീപും ഈ നടിയും തമ്മിൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള തരത്തിലേക്ക് പിന്നെ ഈ മൊഴി നൽകിയവർ മാറ്റി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ദിലീപിനെതിരെ തെളിവുകൾ കോടതിക്ക് മുൻപാകെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. ദിലീപ് നടിയെ ഭീഷണിപ്പെടുത്തിയെന്ന് നടി ആരോപിക്കുമ്പോൾ അത് കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് അവിശ്വാസത്തിലെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും ദിലീപിനെതിരെ ഒരു തെളിവ് പോലും, ദിലീപ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒരു തെളിവ് പോലും ഹാജരാക്കാൻ നടിക്കോ പ്രോസിക്യൂഷനോ കഴിഞ്ഞിട്ടില്ല എന്നും കോടതി പറഞ്ഞു വെക്കുകയാണ്. കേട്ടോ, തീർച്ചയായും അതുകൊണ്ടാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. ആ നടപടി, അതായത് നടിയാക്രമണ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരെ അപ്പീൽ നൽകാനുള്ള സർക്കാരിൻ്റെ നീക്കം എന്താണ്? അതിവേഗത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് മാത്രമല്ല, പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് ഏറ്റവും ചെറിയ ശിക്ഷ മാത്രമാണ് നൽകിയതെന്ന് ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. അന്ന് തന്നെ പ്രോസിക്യൂഷൻ ഈ വിധിയിൽ നിരാശ പ്രകടിപ്പിച്ചിരുന്നു, ഉടൻ അപ്പീൽ നൽകുമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് സർക്കാരിൻ്റെ നീക്കം? അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? അടിയന്തരമായി തന്നെ അപ്പീൽ പോകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും വിധി പകർപ്പ് പുറത്തു വന്നതോടുകൂടി ഏതൊക്കെ സാഹചര്യത്തിലാണ് ദിലീപ് കുറ്റവിമുക്തനായത്, അതുപോലെ തന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന ഡിസംബർ 8-ാം തീയതി ഈ വിധി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ആദ്യത്തെ കുറ്റകൃത്യവുമായി നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 6 പേർ കുറ്റക്കാരെന്ന് മാത്രമാണ് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ 6 പേർക്കുള്ള, അതായത് ഗൂഢാലോചന കുറ്റവും അതുപോലെ കൂട്ടബലാത്സംഗവും ഉൾപ്പെടെയുള്ള കേസുകൾക്ക് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അതേസമയം മിനിമം ശിക്ഷയാണ് 20 വർഷം. ഈ 20 വർഷം മാത്രമാണ് ഈ കുറ്റവാളികൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാതി. അത് തന്നെയാണ്. അത് അന്ന് തന്നെ മന്ത്രി പി രാജീവ് പറഞ്ഞിരുന്നു, അതിജീവിതയ്ക്ക് ഇതുമായിട്ട് അവർ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അപ്പീൽ പോകും, സർക്കാർ അപ്പീൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഈ പ്രതികളും ഹൈക്കോടതിയിൽ ഈ ശിക്ഷ
ശിക്ഷാവിധി കൂടിപ്പോയി എന്നുള്ള കാര്യം കാണിച്ച് പ്രതികളും ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവർ ചെയ്ത കുറ്റത്തിന് അല്ലെങ്കിൽ കോടതി അവർ കുറ്റവാളികളാണെന്ന് കോടതി അവരിൽ കണ്ടെത്തിയ കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ 20 വർഷം തടവ് എന്ന് പറയുന്നത്. അതേസമയം പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവർത്തിച്ച് കോടതിയിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ അതിജീവിത പോസ്റ്റ് ചെയ്ത പോസ്റ്റുമായി ബന്ധപ്പെടുത്തി നമുക്ക് നോക്കുകയാണെങ്കിൽ അതിജീവിത ഇതിൽ അങ്ങേയറ്റ അതൃപ്തിയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ചും അവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വിധി കേട്ടിട്ട് ഞെട്ടിയോ എങ്കിൽ പക്ഷേ എനിക്കതുണ്ടായില്ല. കാരണം 2020 മുതൽ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. 2020 മുതൽ എനിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തത ഉണ്ടായിട്ടുള്ളതാണ്. ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടും അക്കമിട്ട് പറയുകയാണ് ഏതൊക്കെ സാഹചര്യത്തിലാണ് നടിക്ക് ഇവിടെ നിന്ന് നീതികേടുണ്ടായത്, അതല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് നീതികേട് തനിക്ക് ഫീൽ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടി അക്കമിട്ട് പറയുന്നു. അത് പ്രധാനമായിട്ടും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയിരിക്കുന്ന സാഹചര്യങ്ങൾ, 2 തവണ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മാറിപ്പോകുന്ന സാഹചര്യം, അതും ജഡ്ജ് കോടതിയിൽ ഇവരുമായി സഹകരിച്ചു പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ അവർ വഴക്കിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മൂന്നാമതായി പ്രോസിക്യൂട്ടറായിട്ട് അഡ്വക്കേറ്റ് അജകുമാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല തന്റെ അവകാശങ്ങൾ മൗലികമായിട്ടുള്ള മിനിമം ആയിട്ട് തന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ആരോപണമാണ് നടി ഉന്നയിക്കുന്നത്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് പിന്നാലെ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടത് ജഡ്ജിനെ കോടതിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഉടൻ തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ ഒരുങ്ങുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.